സമരത്തിനായി കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ ക്യാമ്പ് ചെയ്ത സംഘമാണ് ആദ്യം പുറപ്പെട്ടത്. ഹരിയാനയിൽ നിന്നുള്ള സംഘവും ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. അതേസമയം കർഷക പ്രക്ഷോഭകരെ നേരിടാൻ സർവ്വസന്നാഹവുമായി ഡൽഹി പോലീസ് അതിർത്തികളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിരോധനാജ്ഞ തുടരുന്നു. ഡൽഹിയിൽ താൽക്കാലിക ജയിൽ ഒരുക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം തള്ളി. അതിനിടെ ആം ആദ്മി സർക്കാർ സമാധാനപരമായി സമരം നടത്താൻ എല്ലാ പൗരന്മാർക്കും ഭരണഘടനാ അവകാശമുണ്ട്. കർഷകരുടേത് ന്യായമായ ആവശ്യമാണെന്നും കേന്ദ്രത്തോട് ഡൽഹി സർക്കാർ വ്യക്തമാക്കുന്നു. സിംഗു അതിർത്തിയിൽ നിന്ന് അനൂപ് ദാസും ഗാസിപൂരിൽ നിന്ന് അർജുൻ പീതാംബരനും വിവരങ്ങളുമായി. ആദ്യം അനൂപിലേക്കാണ്. അനൂപ്, നേരത്തെ അവിടുത്തെ സർവ്വസന്നാഹത്തെക്കുറിച്ച് വളരെ വിശദമായി അനൂപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ. താൽക്കാലിക ജയിലുകൾ നിർമ്മിക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുന്നു. അപ്പോൾ കർഷകരെത്തുകയാണെങ്കിൽ അവരെ ആ ജനക്കൂട്ടത്തെ ആകെ അറസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് കരുതേണ്ടി വരും. അതിനോട് ആം ആദ്മി സർക്കാർ പോസിറ്റീവായി പ്രതികരിക്കുന്നുമില്ല. ഇതടക്കം എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായി രൂപപ്പെടുന്നത് സമരവുമായി ബന്ധപ്പെട്ട്? രതീഷ് പറഞ്ഞ പോലെ വലിയ സന്നാഹങ്ങൾ, വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഡൽഹി അതിർത്തിയിലാകെ ഒരുക്കിയിട്ടുള്ളത്. ഞാനുള്ളത് ഇപ്പോൾ സിംഗു അതിർത്തിയിലെ ഏറ്റവും വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുള്ള മേഖലയിലാണ്. ഇവിടെ ഇപ്പോൾ കയറി നിൽക്കുന്നത് ഒരു കണ്ടെയ്നറിന് മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ പോലീസ് ഒരുക്കിയ സന്നാഹങ്ങളെല്ലാം കാണാം. അതായത് പല ഘട്ടങ്ങളിലായി ആദ്യം സിമന്റ് മതില്, അതിനുശേഷം വീണ്ടും സിമന്റിന്റെ വലിയ കട്ടകൾ, അതും കഴിഞ്ഞ് കമ്പി, അതും കഴിഞ്ഞ് വീണ്ടും വലിയ തരത്തിലുള്ള സന്നാഹങ്ങൾ, ഇതെല്ലാം ഒരുക്കിയിട്ടുള്ള ഡൽഹി പോലീസ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാരോട് ആവശ്യപ്പെട്ടത് ഡൽഹിയിലെ ചില മൈതാനികൾ താൽക്കാലിക ജയിലാക്കി മാറ്റണം എന്നുള്ളതാണ്. അതായത് കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്നതാണ് വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ. പക്ഷേ അതിന് വഴങ്ങുന്നില്ല ഞങ്ങൾ എന്ന് ആം ആദ്മി പാർട്ടിയും പറഞ്ഞിരിക്കുന്നു, സർക്കാർ പറഞ്ഞിരിക്കുന്നു. അതായത് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഭരണഘടന നൽകുന്നുണ്ട്. ആ അവകാശം മുന്നോട്ട് വെച്ച് തന്നെ ഇങ്ങനെ താൽക്കാലിക ജയിലൊരുക്കാൻ കഴിയില്ല എന്ന് ആം ആദ്മി പാർട്ടി സർക്കാർ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ സമരം ആരംഭിച്ചിരിക്കുകയാണ്. പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പിയിലെയും വിവിധ മേഖലകളിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിംഗു അതിർത്തിയിലേക്ക് പ്രധാനമായും എത്തുക പഞ്ചാബിലെ കർഷകരാണ്. ഇതാ നമ്മൾ കാണുന്ന വഴി ഇപ്പോൾ സമ്പൂർണ്ണമായി വലിയ ഗതാഗത കുരുക്ക് നേരിടുന്നുണ്ട്. സുരക്ഷാ സന്നാഹങ്ങൾ കാണാം. ഈ വഴിയിലാണ് കർഷകർ എത്തുക. പക്ഷേ ഉടനെയൊന്നും എത്തില്ല. ഏതാണ്ട് 4-5 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ കർഷകർ ഈ വഴിയിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ എത്തുമ്പോൾ അവരെ തടയുന്നതിന് വേണ്ടിയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച സന്നാഹങ്ങൾക്ക് പുറമെ അർദ്ധസൈനിക വിഭാഗം, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ഡൽഹി പോലീസ് എല്ലാം സജ്ജമായി നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ കാഴ്ച. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് 3 കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്നു. കണ്ടെയ്നറുകൾ വെച്ചതിന് പുറമെ കണ്ടെയ്നറിൽ നിറച്ച് മണ്ണ് കയറ്റുകയാണ്. അതായത് ഒരു കാരണവശാലും ഈ വലിയ ബന്ദോബസ്ത് മറികടന്ന് കർഷകർ മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്തു തന്നെ തടസ്സങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി പറയാൻ കഴിയുന്ന കാര്യം, സംഘടനകൾ ഏതാണ്ട് 400ഓളം സംഘടനകൾ 2 കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് ഡൽഹിയിലേക്ക് സമരവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചാബിലെ റോഡിൽ വലിയ തടസ്സങ്ങളില്ല, എന്നാൽ ഹരിയാനയിൽ വലിയ തടസ്സങ്ങളുണ്ട്. ഹരിയാനയിൽ പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പോലും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതിനുള്ള പരിശീലനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു. അതായത് വലിയ തോതിൽ സമരത്തെ നേരിടാൻ പോലീസ് സജ്ജമായിരിക്കുന്നു. BJP ഭരിക്കുന്ന ഹരിയാനയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് കാവൽ നിൽക്കുന്ന ഡൽഹിയിലും സമരത്തെ നേരിടാൻ തയ്യാറെടുപ്പുകൾ. അതേസമയം തന്നെ ഡൽഹി സർക്കാർ ഇത്തരം നീക്കങ്ങളോട് ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കർഷകർ സമരം, 2ാം കർഷക പ്രക്ഷോഭത്തിന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ശ്രീ അർജുൻ പീതാംബരൻ കൂടിയുണ്ട് നമുക്കൊപ്പം. അർജുൻ ചേരുന്നത് ഗാസിപൂരിൽ നിന്നാണ്. അർജുൻ, ആദ്യ കർഷക സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു എന്നതാണല്ലോ ഏറ്റവും പുതിയ ഒരു വിവരം. ഈ കർഷകരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഫത്തേഗഡ് സാഹിബിൽ ക്യാമ്പ് ചെയ്ത സംഘമാണ് പുറപ്പെട്ടത്. ഹരിയാനയിൽ നിന്നുള്ള സംഘവും ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുമെന്ന വിവരവുമുണ്ട്. ഈ സംഘം എവിടെ എത്തി? എപ്പോൾ ഈ ബാരിക്കേഡുകൾ തയ്യാറാക്കിയിരിക്കുന്ന അതിർത്തി മേഖലകളിലേക്ക് എത്തും? അർജുൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഈ സംഘം വരുന്നുണ്ടോ? രതീഷ്, പ്രധാനമായിട്ടും ഉത്തർപ്രദേശിൽ നിന്ന് കർഷകരാണ് ഗാസിപൂർ അതിർത്തി വഴി പ്രവേശിക്കാനുള്ളത്. നേരത്തെ പഞ്ചാബിൽ നിന്ന് പുറപ്പെട്ട കർഷകർ ഇപ്പോൾ അംബാല, അതായത്
പഞ്ചാബ് ഹരിയാന അതിർത്തിയായിട്ടുള്ള അംബാല പ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആരും തടയുന്നില്ല. പ്രത്യേകിച്ചും പഞ്ചാബിൽ നിന്നും പോലീസുകാർ അവരെ അംബാലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനം ലഭിച്ച വിവരം. പക്ഷേ ഈ ഏകദേശം ഒരു 4-5 മണിക്കൂർ ഇനിയും ഒരു പക്ഷേ ഈ ഡൽഹി അതിർത്തിയിലേക്ക് ഇവർ എത്താനായിട്ട് എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഈ ഗാസിപ്പൂർ അതിർത്തിയിൽ കുറച്ചൊന്ന് കാര്യങ്ങൾക്ക് അയവുണ്ടായിട്ടുണ്ട്. അതായത് ഈ ബാരിക്കേഡുകൾ വെച്ച് നേരത്തെ ഈ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. അത് കുറച്ച് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കിലോമീറ്ററുകളോളം തന്നെ ഈ ഗതാഗതം ഒരു തടസ്സപ്പെട്ടിരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്, ബ്ലോക്കായിരുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അത് കുറച്ചൊന്ന് അയവ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ലോറികളെല്ലാം തന്നെ മാറ്റി, ബാരിക്കേഡുകൾ മാറ്റി, വാഹനങ്ങൾക്ക് ഡൽഹിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു സൗകര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അംബാല പിന്നിട്ട് പ്രധാനമായിട്ടും ഈ കർഷകർ ഡൽഹി അതിർത്തികളിലേക്ക് അവർ ആദ്യം സിംഗു അതിർത്തി വഴിയായിരിക്കും പ്രവേശിക്കുക. പക്ഷേ ഗാസിപൂർ ഉൾപ്പെടെയുള്ള അതിർത്തികളിലേക്ക് ഈ ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകർ അടക്കം എത്തുന്ന സമയത്ത് അത് ഇനിയും ഒരു 3, 4, 5 മണിക്കൂർ എടുത്തേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഭരണകൂടവും അതുപോലെ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗവും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അയവ് ഈ ട്രാഫിക് സൗകര്യത്തിൽ അടക്കം വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 5 തടസ്സങ്ങൾ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരുക്കിയിട്ടില്ല. ആ 5 തടസ്സവും അതുപോലെ തന്നെയുണ്ട്. അതായത് ആദ്യം ഒരു കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയെടുത്ത മതിൽ, അതിന് പിന്നാലെ മെറ്റൽ പോലീസിന്റെ ബാരിക്കേഡുകൾ, കമ്പിയും മുള്ളും വളച്ചുണ്ടാക്കിയ മുള്ളുവേലികൾ, അതിന് പിന്നാലെ റോഡുകളിൽ പാകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ആണികൾ, വാഹനങ്ങളുടെ ടയർ അടക്കം പഞ്ചറാക്കാൻ സഹായകരമാകും. അതിനും പിന്നാലെയാണ് ഈ കണ്ടെയ്നറുകളിലും ടോറസ് ലോറികളിലും മണ്ണും സിമന്റും കല്ലുകളും നിറച്ച് റോഡിന് പുറകെ ഇടാനായിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. അതിനും പിന്നാലെ ടിയർ ഗ്യാസും ഈ സ്റ്റൺ ഷെല്ലുകളും തയ്യാറാക്കി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും വലിയൊരു വിന്യാസം തന്നെ കാണാൻ സാധിക്കും. അതിന് പിന്നാലെയും മീറ്ററുകളോളം തന്നെ ഈ പോലീസിന്റെ ബാരിക്കേഡുകളുണ്ട്. ഇതെല്ലാം പിന്നിട്ട് മാത്രമേ കർഷകർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഹരിയാന അതിർത്തിക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പോലീസുകാർ ഇവരെ തടഞ്ഞു തുടങ്ങും. അതിനുശേഷം എങ്ങനെ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡൽഹി അതിർത്തിയിലേക്ക് എത്താൻ ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിന്റെ കാര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അയവ് കൂടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ശരി, സിംഗു.